ശക്തി മാൻ. അപ്പൊ അതിന്റെ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് എന്താണ്, ശക്തിക്കുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മെയിൽസ്. അപ്പം അതിന് തന്നെ എന്താണ്, മൈക്രോ സർക്കുലേഷൻ കൂട്ടുന്നതായിട്ടുള്ളതാണ്. അപ്പം ശാരീരികമായി ബന്ധപ്പെടുമ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ ഞാൻ ആ ഒരു ഡിസീസില് എന്റെ ഒരു പ്രൊജക്ട് ഉള്ളതാണ്. ഇപ്പം ഒരുപാട് രോഗികൾ വിളിച്ചിട്ട് പുരുഷന്മാരെ വിളിച്ച് പറയുന്ന പ്രശ്നങ്ങൾ, കൗമാരപ്രായത്തിൽ 20-25 വയസ്സിലേക്ക് കല്യാണം കഴിച്ചിട്ടുള്ള രോഗികളൊക്കെ വിളിച്ച് പറയുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ. ഒന്നാമത്തേതായിട്ടുള്ളതാണ് ശീഘ്രസ്ഖലനം. അവർ പറയുന്നുണ്ട്, ഉദ്ധാരണ കുറവ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ 2 പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും പറയാറുള്ളത്. ഇനി നോർമലായിട്ട്, അതായത് കല്യാണം കഴിച്ച് 1 വർഷം 2 വർഷം അവർ കുട്ടികളാവാൻ വേണ്ടി നോക്കുന്ന ആണുങ്ങളില് കുട്ടികൾ, സ്ത്രീയും പുരുഷന്മാരും, നമ്മൾ 2 പേർക്കും ടെസ്റ്റ് ചെയ്യാനായിട്ട് വിടും. പുരുഷന്മാർക്കാണെങ്കിൽ സെമൻ ടെസ്റ്റ്, ശുക്ല പരിശോധന അവർക്ക് നടത്തും. അപ്പം ആ ശുക്ല പരിശോധനയിൽ നമുക്ക് അതിന്റെ pH, അതുപോലെ തന്നെ അതിന്റെ മോട്ടിലിറ്റി, ശുക്ലത്തിന്റെ സഞ്ചാര വേഗത, അതിന്റെ ആകൃതി എപ്രകാരമാണ്, അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, ആകൃതി വൈകൃതമായിട്ടുള്ള ശുക്ലമാണോ എന്നുള്ളത് നോക്കണം. അതിന്റെ കൗണ്ട് എത്രയാണ് എന്നുള്ളത്. നോർമൽ ആയിട്ടുള്ള ഒരു കൗണ്ട് എന്ന് പറയുന്നത് 15 മില്യൺ സ്പേംസ് ആണ് ഉണ്ടാവേണ്ടത്. അപ്പം ഈ 10 താഴെ 15 താഴെ 1 മില്യൺ മാത്രമുള്ള രോഗികളും ഒക്കെ ഉണ്ട്. അപ്പം ഇതിലെല്ലാം ഒരു കാരണമായിട്ടുള്ള, ഇപ്പം ഈ കൂടി വരുന്നതിൽ ഒരു കാരണമായിട്ടുള്ളത് കോവിഡ് തന്നെയാണ്. കോവിഡ് വന്നതിന് ശേഷം പുരുഷന്മാരുടെ സ്പേം കൗണ്ട് വളരെ കുറഞ്ഞതായിട്ടും കണ്ടിട്ടുണ്ട്. ഒരു രോഗിയിലേക്ക് നമ്മൾ മരുന്ന് കൊടുത്തിട്ട് നല്ല രീതിയിൽ 1 മാസത്തേക്ക് മരുന്ന് കൊടുത്ത് സെമൻ നോക്കുമ്പോഴത്തേക്കും 25 എത്തിയിട്ട് ആ ആൾക്ക് കോവിഡ് വന്നു കഴിഞ്ഞ് ആ കാലഘട്ടത്തിൽ മരുന്നൊന്നും കഴിച്ചില്ല, നോർമലായി നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യും. ആൾക്ക് പിന്നെ കോവിഡ് വന്നു കഴിഞ്ഞ് അതിനൊക്കെ സുഖപ്രാപ്തി എത്തിയതിനു ശേഷം നമ്മൾ സെമൻ ടെസ്റ്റ് ഒന്നുകൂടി ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് 10ലേക്ക് എത്തി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കോവിഡിനൊക്കെ ഇത്രയധികമാണ് ഒരു ഇമ്പാക്ട് ഈ പറയുന്ന ശുക്ലത്തിൽ വരെ. അപ്പം ഈ പറഞ്ഞ മാൻ ശക്തി മാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ശരിക്കും നമുക്ക് ഈ പറഞ്ഞ ഈ ശുക്ലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിലൊക്കെ അധികമായിട്ടുള്ളത് ആ ഒരു ശക്തി കൊടുക്കാനായിട്ട്, ആ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴത്തേക്കും എന്താണ്, ആ ഒരു ഇറക്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ശക്തി നൽകുന്നതിലാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൈക്രോ സർക്കുലേഷൻ, പെനിസിന്റെ ഒക്കെ ഒരു ഇറക്ഷന് വേണ്ടിയിട്ട് രക്തസഞ്ചാരം അവിടെ വേണം. അതുകൊണ്ടാണ് ആ ഉദ്ധാരണം നടക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്, മൈക്രോ സർക്കുലേഷൻ ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു മാൻ ശക്തി മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് സഫേദ്, വെളുത്ത എള്ള് ഇതിൽ വന്നിട്ടുണ്ട്. വെളുത്ത എള്ള് എന്നൊക്കെ പറയുന്നത് ആ ഒരു മൈക്രോ സർക്കുലേഷനെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതോടൊപ്പം നീർമരുന്ന് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവര് രോഗികൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം കൊളസ്ട്രോളിനൊക്കെ മരുന്ന് കഴിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് അതിനുള്ള ആ ഒരു കഴിവ് കുറഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെ മുൻനിർത്തിക്കൊണ്ട് അർജുന അല്ലെങ്കിൽ നീർമരുന്ന്, ഹാർട്ടിലുള്ള നീർമരുന്ന് ഇവിടെ ചേർത്തിട്ടുണ്ട്. ആ സർക്കുലേഷൻ ഒന്നുകൂടി വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു കർമ്മത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ് സഫേദില് കേസർ ഇതിൽ വന്നിട്ടുണ്ട്, അർജുന നീർമരുന്ന് ഒക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് അതായത് പുരുഷന്മാർക്ക് ഈ സർക്കുലേഷൻ, മൈക്രോ സർക്കുലേഷൻ കൂട്ടാനായിട്ട്. അപ്പം ഞാൻ പറയുന്നു, ശുക്ലത്തിന്റെ അളവ് കുറവ് ആയിട്ടുള്ളതിൽ ഇത് അത്ര കണ്ട് ഫലപ്രദമാകില്ല. ആ ഒരു പെർഫോമൻസിന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ആൾക്കൊരു ശക്തി നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മാൻ ശക്തി മാൻ. അല്ലാതെ ശുക്ലത്തിൽ വരുന്ന അബ്നോർമാലിറ്റീസ് ഞാൻ പറഞ്ഞു, അതിന്റെ സഞ്ചാര വേഗതയിലുള്ള കുറവ് ഉണ്ടാവുക, ആകൃതിയിലുള്ള വ്യത്യാസങ്ങൾ, വൈകൃതമായിട്ടുള്ള ശുക്ലത്തിന്റെ pH കുറവ്, പസ്സുള്ള ശുക്ലം ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്താൽ ഇത്രയും കാര്യങ്ങൾ അതിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞതിലൊന്നും മാൻ ശക്തി മാൻ അത്ര കണ്ട് ഫലപ്രദമല്ല. ആ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് മാൻ ശക്തി മാൻ എടുക്കുന്നത്. അപ്പോൾ തന്നെ പറയേണ്ടതായിട്ടുള്ളതാണ്, ഒരിക്കലും ഒരു വയാഗ്ര പ്രൊഡക്ട്സ് അറിയായിരിക്കും നിങ്ങൾക്ക്. ആ വയാഗ്ര കഴിക്കുമ്പോൾ കിട്ടുന്ന അത്രയും ഒരു പെർഫോമൻസ് അല്ല ഇതിലുള്ളത്. വയാഗ്രയ്ക്ക് തുല്യമായിട്ട് ഒരിക്കലും നിങ്ങൾ നിർദ്ദേശിക്കാനായിട്ട് പാടില്ല. പാർശ്വഫലങ്ങൾ ഒന്നും ഇല്ലാതെ പുരുഷന്മാർക്ക് നിർദ്ദേശിക്കാവുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മാൻ ശക്തി മാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്.